ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹസീനും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. പ്രസിഡന്റും സംഘവും സഞ്ചരിച്ച 3 ഹെലികോപ്റ്ററിൽ 2 അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, ഈ അപകടം നടന്ന സ്ഥലം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സർവ്വ റെസ്ക്യൂ സംവിധാനങ്ങളും അതുപോലെ തന്നെ മിലിറ്ററി സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇറാന്റെ ഔദ്യോഗിക മാധ്യമ സംവിധാനങ്ങളൊന്നും തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കി സ്ഥിരീകരിക്കുന്ന ഒരു വിവരം 2 ഹെലികോപ്റ്ററുകൾ ഇടിച്ചിറങ്ങി എന്ന ഒരു വിവരം മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച മറ്റൊരു ആധുനികമായ സംവിധാനങ്ങളുടെ പരിശോധനകൾ അനുസരിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്നാൽ രക്ഷാപ്രവർത്തനം നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ ഉടക്കി നിൽക്കുകയാണ് എന്നും തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. കടുത്ത മൂടൽമഞ്ഞും അതുപോലുള്ള കാഴ്ചക്കുറവുമുള്ള പ്രദേശമായതിനാൽ തന്നെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ റെസ്ക്യൂവിനായി, അതായത് രക്ഷാപ്രവർത്തകർ എത്തിയ ആദ്യഘട്ടത്തിലെത്തിയ 3 രക്ഷാപ്രവർത്തകരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത്രയും സാഹചര്യമുണ്ട്. അവരെ കാണാതായി എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അസർബൈജാൻ അതിർത്തിയിലാണ് ഈ അപകടം നടന്നത് എന്നതുകൊണ്ട് തന്നെ അസർബൈജാന്റെ സഹായം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൂടി അത് സംബന്ധിച്ച ഒരു തീരുമാനം ഇതുവരെ ഇറാൻ എടുത്തിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ഏറെ പ്രതിസന്ധിയിലാണ് എന്ന വിവരമാണ് ഔദ്യോഗിക മാധ്യമങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. വിഷ്ണു.